ഇത് വീഗ ബ്രാൻഡിൻ്റെ റൈക്കർ എന്ന് പറഞ്ഞിട്ട് മോഡൽ, റൈക്കറിലെ ബോൾഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെൽമെറ്റ് ആണ് കേട്ടോ. എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ മാറ്റ് ഫിനിഷിംഗ് ആണ് കേട്ടോ. മാറ്റ് ഫിനിഷിംഗ് വീഡിയോയിൽ കളർ മാറ്റം വരുന്നുണ്ട്. ഇത് ഹെൽമെറ്റ് അയച്ചു കേട്ടോ. ഹലോ ഗൈസ്, ഷാഫി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറേ ദിവസമായിട്ടോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോ വരുന്നില്ലല്ലോ, വീഡിയോ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. കുറേ പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ വരാൻ കുറച്ച് ഡിലേ ആയത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു റിവ്യൂ വീഡിയോ കൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പുതിയൊരു ഹെൽമെറ്റ് വാങ്ങിയിരിക്കണേ, അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ കൊണ്ട് ഞാൻ വരാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇതിലെന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇതൊക്കെ കാണിക്കണം എന്ന് തോന്നി, അതുകൊണ്ടാണ് അതായത് ബഡ്ജറ്റ് ഹെൽമെറ്റ് എന്ന് പറയാം. അപ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഈ ഹെൽമെറ്റ് കാണാം. ഇതാണ് നമ്മളെ മോഡൽ. അപ്പോൾ ഇത് വീഗ ബ്രാൻഡിൻ്റെ റൈക്കർ എന്ന് പറഞ്ഞിട്ട് മോഡൽ, റൈക്കറിലെ ബോൾഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെൽമെറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞുതരാം, ഓരോന്നേക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഫസ്റ്റായിട്ട് ഇതിൻ്റെ മാറ്റ് ഫിനിഷിംഗ് ആണ് കേട്ടോ. ഇതിൽ ക്ലാസിക് അതായത് സ്പോർട്ട് മോഡൽ മാറ്റ് ഫിനിഷിങ്ങോടെ വരുന്നതാണ്. മാറ്റ് ഫിനിഷിങ് വീഡിയോയിൽ കളർ മാറ്റം വരുന്നുണ്ട്. വീഡിയോയിൽ യെല്ലോ കളറായിട്ട് വരും. ഇത് ശരിക്കും റേഡിയം കളറുണ്ട്, റേഡിയം ഗ്രീൻ ആണിത്. അപ്പോൾ ഇതിന് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാണ്. ഇത് മാറ്റ് ഫിനിഷിംഗ് ആണ്. മാറ്റ് ഫിനിഷിങ് നോക്കിക്കോളൂ. റേഡിയം ഗ്രീൻ കളറിൽ ഉള്ള വൈറ്റ് വിത്ത് ബോർഡറിൽ ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ വേറെ കുറേ മോഡൽസ് ഉണ്ട്, വേറെ കുറേ കളേഴ്സിലും അവൈലബിൾ ആണ്. ഞാൻ ഇത് കുറച്ച് ക്ലാസിക്കൽ സ്പോർട്ടി ലുക്ക് തരുന്നതുകൊണ്ട് ഞാൻ ഇത് വാങ്ങി. പിന്നെ അടുത്തത് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഡുവൽ വൈസർ ഉണ്ട്. ഡുവൽ വൈസർ ഇതിൽ പ്രൊവൈഡറാണ്. അതായത് നമുക്കിപ്പോൾ വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ടിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഉള്ളിലൊരു ടിൻറ്റ് നമ്മൾ ഡേ ടൈമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ. പിന്നെ ഒരു ഫുൾ ഫേസ് വൈസർ, അതായത് നമുക്ക് നൈറ്റ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് നമുക്കത് ഭയങ്കര യൂസ്ഫുള്ളായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ വേറൊരു ഇതെന്ന് വെച്ചാൽ നമ്മളത് കറക്റ്റ് ലോക്കാവുന്ന പോലെ ഒരു ഇത് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വേറെ ഇതിലെടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ എയർ പോകുമ്പോഴുള്ളൊരു പാസേജ് 4 കൊടുത്തിട്ടുണ്ട്. 4 എയർ പാസേജാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഈ മൗത്തിൻ്റെ അവിടെ നിന്നും, പിന്നെ മേലെ ഒന്നും, പിന്നെ 2 ഇങ്ങോട്ടും ലാസ്റ്റ് ബാക്കിൽ 2. അപ്പോൾ ഇത് കുറച്ച് അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. ഇത് ഇട്ട് ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ. അതായത് ഇത് ഫിൽറ്റേഴ്സാണ് ഇവിടേക്ക്, പൊടിമണ്ണൊന്നും കയറാത്ത പോലെ ഇവിടെയൊക്കെ ഫിൽറ്റേഴ്സാണ്. ഇതൊക്കെ ഫിൽറ്ററായിട്ട് നമ്മളെ കാറ്റ് മാത്രം പോകുന്ന മാതിരിയുള്ള ഒരു സെറ്റപ്പിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ എയർ പാസേജ് ആവുന്ന സ്ഥലത്തിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. അത് ഞാൻ എന്താണെന്ന് പറയാം. ഈ പ്ലാസ്റ്റിക്, ഈ മെറ്റീരിയൽ കുറച്ച് വീക്കാണ്. അതേപോലെ തന്നെ ഈ സ്വിച്ച് കുറച്ച് വീക്കായ ഒരു ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമേ എനിക്ക് ഇതിലൊരു ഇതായി പോരാമയായി തോന്നിയിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഈ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ കാണാം കേട്ടോ. ഉള്ളിൽ നമുക്ക് പറയണമെന്ന് വെച്ചാൽ ബക്കള നമ്മൾ പറയണം. ബക്കള നല്ല ക്വാളിറ്റി ആയ ബക്കള കൊടുത്തിരിക്കുന്നത്, നല്ല കറക്റ്റിന്. പിന്നെ ബെൽറ്റ് ഉണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന. ഫാറ്റായ ആൾക്കാരോ നല്ല സ്ലിമ്മായ ആൾക്കാരോ ആർക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ധരിക്കാൻ പറ്റുന്ന മാതിരി അഡ്ജസ്റ്റ്മെൻറ്റ് ബെൽറ്റാണ് കൊടുത്തിരിക്കുന്നത്. മിക്കവാറും ഹെൽമെറ്റ്സിൽ ഇങ്ങനെ തന്നെ വരിക. പിന്നെ സ്ട്രൈപ്സൊക്കെ അതേമാതിരി തന്നെ നല്ല എന്താ പറയുക, ഹാർഡായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളിൽ സ്പോഞ്ചി ടൈപ്പാണ് കേട്ടോ. കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, നല്ല സ്പോഞ്ചി ടൈപ്പാണ് ഉള്ളിൽ. സ്വെറ്റിങ് കാര്യങ്ങൾ, ഈ ക്ലോത്ത് എന്ന് പറയുന്ന സ്വെറ്റിങ് കാര്യങ്ങളൊക്കെ അധികം വലിച്ചെടുക്കും. പിന്നെ ഇതിൻ്റെ വെയിറ്റ് കേട്ടോ. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 1200 ഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ്. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ഇതിന് നമ്മളെ സർട്ടിഫിക്കറ്റ് ഉണ്ട് കേട്ടോ, ISO സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വീഗ ബ്രാൻഡ് കുറച്ച് ഫേമസ് ആയ ബ്രാൻഡ് ആയതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ എല്ലാം നോക്കിയതിന് ശേഷം ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യമുണ്ട്. ഞാൻ ഇപ്പോൾ ഇതിട്ട് കാണിച്ചു തരാം. ഞാൻ അങ്ങനെ റോ ആയിട്ടാണ് ഇടുന്നത്. കറക്റ്റ് ഫിറ്റാണ് കേട്ടോ. എല്ലാ തലയ്ക്കും നല്ല ഫിറ്റാവുന്ന പോലെ ഡിസൈനാണ് കേട്ടോ. ബക്കിൾ ഇതാ കൊടുത്തിരിക്കുന്നത് ഇവിടെ. ഞാനിപ്പോൾ ടിൻറ്റ് ഇട്ടിട്ടുണ്ട്. ടിൻറ്റ് നമ്മളിപ്പോൾ ഇത് ഇടുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും
നേരെ മുന്നിലാണ് സൺലൈറ്റ് ഉള്ളത്. എൻ്റെ ഫേസ് കടിക്കാതെ അത് ഇതിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ ഇത് കുറച്ച് ഹെൽപ്ഫുള്ളായി തോന്നി. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ടിൻറ്റ് വേണ്ട, നമുക്ക് ഇത് മാത്രം മതി എന്ന് വെച്ചാൽ നമുക്ക് അത് മാത്രം ചെയ്യാം. പിന്നെ ഹെൽമെറ്റിൻ്റെ വെയിറ്റ് നമ്മൾ ബെയർ ചെയ്യാൻ പറ്റുന്ന മാതിരത്തെ വെയിറ്റ് തന്നെയാണ്. പിന്നെ ഹെൽമെറ്റ് പ്രത്യേകിച്ച് നോക്കിയെടുക്കുക. ഹെൽമെറ്റ് എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് തലയിൽ ഫിറ്റായി നമ്മൾ ഷേക്കാവുമ്പോൾ ഇങ്ങനെ ഷേക്കാവുമ്പോൾ ഹെൽമെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പാടില്ല. അത് നോക്കിയെടുക്കും. പക്ഷേ ഈ ഹെൽമെറ്റിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. വീഗ ബ്രാൻഡ്സിനെ അധികം ശ്രദ്ധിച്ചുള്ള വിഷയമാണ്. വീഗ ബ്രാൻഡ്സിന് തരുന്ന ഹെൽമെറ്റ്സൊക്കെ ഈ തലയിൽ ഷേക്ക് ആവാതെ കറക്റ്റ് ഫിറ്റായി നിൽക്കുന്ന മാതിരിയുള്ളൊരു അപ്പിയറൻസോടെ തരുള്ളൂ. ഈ ഹെൽമെറ്റ് അഴിച്ചു കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റുന്നുണ്ട് ഈ ഹെൽമെറ്റ്സ്. അപ്പോൾ ഇനി ഇത്ര തന്നെ ഉള്ളൂ. ഇനി ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അതാണ് എല്ലാവർക്കും അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്നത് വെറും 2000 രൂപ മാത്രമേ ഉള്ളൂ. ഇത്ര ക്ലാസി സ്പോർട്ടി ലുക്കിൽ 2000 രൂപയ്ക്ക് ഹെൽമെറ്റ് വാങ്ങിയെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ തന്നെ ഫസ്റ്റ് അതിശയപ്പെട്ട കാര്യമാണ്. പറ്റിയല്ല ഈ ഹെൽമെറ്റിൻ്റെ റിവ്യൂ കഴിഞ്ഞു. പിന്നെ വീഗാൽ ഇത് മാത്രമല്ല കേട്ടോ ബ്രാൻഡിങ് ഉള്ളത്. ഇനിയും കുറേ, അതായത് 5000, 6000, 9000 വരെയുള്ള റേഞ്ചിന് കുറേ ഹെൽമെറ്റ്സ് ഉണ്ട്. ഇത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സ്പെഷ്യലായി തോന്നി എനിക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഹെൽമെറ്റിൻ്റെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് വാങ്ങിയ സ്ഥലം ഞാൻ പറഞ്ഞുതരാം. വാങ്ങിയ സ്ഥലം കോയമ്പത്തൂരിൽ ത്രോട്ട്ലെസ് എന്ന് പറഞ്ഞിട്ടൊരു ഹെൽമെറ്റ് ഷോപ്പിൽ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അത് പോയി ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ വരാൻ കുറച്ച് ലേറ്റായിപ്പോയി. അത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറേ ആയി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ അതിന് കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു എന്താ വീഡിയോ അപ്ലോഡ് ചെയ്യുക, എന്താ വീഡിയോ വരാത്തത്. കേൾക്കുമ്പോൾ തന്നെ സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മളെ വീഡിയോ വരാൻ വേണ്ടി കുറേ ആൾക്കാർ ഇതുവരെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നി. പിന്നെ വേറെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ കുറേ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായി ലീവ് ചെയ്യും കേട്ടോ. എന്നാലും എനിക്ക് അടുത്ത വീഡിയോയിൽ അത് ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. താഴ്ചയിൽ നിന്നല്ല ഒരു മനുഷ്യന് ഉയർത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ട് വേണം നമുക്കൊക്കെ അറിയാം. നമ്മളെ തെറ്റാൽ നമുക്ക് തന്നെ അറിയില്ല. മറ്റുള്ളവർ പറഞ്ഞു തന്നാലേ നമ്മളെ തെറ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യിട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലവ് യു ഓൾ. ബൈ. ഗൈസ് അപ്പോൾ ലവ് യു ഗൈസ്, സ്പ്രെഡ് ലവ് ഗൈ ബൈ. ലവ് യു ഗൈസ്, സ്പ്രെഡ്. വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.